യേശുവേ നന്ദി, ദൈവമേ നന്ദി. എൻ്റെ പേര് ആലീസ് തോമസ്. ഞാൻ കാസർഗോഡ് ജില്ല കടുമേനി ഇടവക അംഗമാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ഞാൻ 1919 മെയ് 5 ഉടമ്പടി എടുത്തത്. ആദ്യം ഞാനൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം പരിശുദ്ധ അമ്മ വഴി കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ന് ഈ കൃപാസന അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ ഈ കൃപാസന അൾത്താരയിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 18ാമത് വിവാഹ വാർഷികം കൂടിയാണ്. ആ പുണ്യ ദിനത്തിൽ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് നന്ദി പറയുവാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ നിയോഗം വെച്ച കാര്യങ്ങൾ 6 കാര്യങ്ങൾ നിയോഗം വെച്ചു. അതിലെ 5 കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. അതിൽ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ 2 കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് 40-45 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വന്തം വാഹനം വരാനുള്ള ഒരു റോഡില്ലായിരുന്നു. അപ്പം പലരോടും റോഡ് ചോദിച്ചെങ്കിലും ഞങ്ങൾക്കത് റോഡ് കിട്ടിയില്ല. അപ്പം വീട് വയ്ക്കാനായിട്ടും വിവാഹ ആവശ്യത്തിനും മരിച്ചടക്കിനും വേണ്ടി ഒരു സഹോദരൻ റോഡ് അനുവദിച്ചു തന്നു. അത് വിലയ്ക്ക് ചോദിച്ചിട്ട് കിട്ടിയില്ല. കുറേ നാളുകൾ ഞങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ആ സഹോദരൻ ആ റോഡ് അടച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഞങ്ങളുടെ വീട്ടിലേക്ക് റോഡ് വരാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തെങ്കിലും അസുഖം വന്നാൽ, രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖം വന്നാൽ വീട്ടിൽ കിടന്ന് മരിക്കുകയല്ലാതെ ആശുപത്രിയിലെത്തിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ ഇരിക്കെ ഞാനൊരു സഹോദരനോട് എൻ്റെ വീട്ടിലേക്ക് റോഡിനുള്ള വഴി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞിട്ടും മറുപടിയൊന്നുമില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, അന്ന് ചോദിച്ചതിൻ്റെ മറുപടി ഒന്ന് പറയാമോ? അതിനെന്താ, റോഡ് തരാമല്ലോ. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കാണ് റോഡ് വേണ്ടത്. അപ്പം ഞാനാണ് ആദ്യം പോയി ചോദിച്ചത് റോഡ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് റോഡ് വരണമെങ്കിൽ 3 വീട്ടുകാരുടെ പറമ്പിൽ കൂടെ വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് റോഡ് വരാൻ. ഞങ്ങളാണ് ലാസ്റ്റ്. അപ്പോൾ ഈ 3 വീട്ടുകാർക്കും പൈസ കൊടുക്കണം. അതിൽ ആദ്യത്തെ വീട്ടുകാർക്ക് ഞങ്ങൾ പൈസ കൊടുത്തു. ഞങ്ങൾ 4 കൂട്ടരും കൂടെ പൈസ കൊടുത്തു. പിന്നെ 2 കൂട്ടർക്കും കൂടെ കൊടുത്താലേ എൻ്റെ വീട്ടിലേക്ക് റോഡ് വരികയുള്ളൂ. അങ്ങനെ 1 വർഷമായിട്ടും ഈ 2 കൂട്ടർക്കും കൊടുക്കാനുള്ള പൈസ ഞങ്ങൾക്കായില്ല. 1 വർഷം കഴിഞ്ഞിട്ടും പൈസയായില്ല. അവർ റോഡ് രജിസ്റ്റർ ചെയ്യുകയെന്നും പറഞ്ഞ് ഞങ്ങളെ തടസ്സപ്പെടുത്തി. റോഡ് ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. ഞങ്ങൾ ആ റോഡിൻ്റെ കാര്യം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിയോഗം വെച്ചിരുന്നു. അപ്പം ഈ റോഡ് തരില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ആ റോഡിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും നീയാണല്ലോ. ഞങ്ങൾക്ക് ഈ റോഡ് അവകാശപ്പെട്ടതാണെങ്കിൽ നീ ഇത് തന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആൾ ഗൾഫിലായിരുന്നു. അദ്ദേഹം വന്നു. 10 ദിവസത്തെ അവധിക്കാണ് വന്നത്. അദ്ദേഹം വന്ന സമയത്ത് ഞങ്ങളെ കൂട്ടാതെ മറ്റ് 3 സഹോദരങ്ങളും കൂടെ റോഡ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള രീതിയിലായി. ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങളെ നോക്കിയിരിക്കുന്നില്ല, നിങ്ങൾക്ക് റോഡ് തരാൻ പറ്റില്ല, നിങ്ങൾ ഇതുവരെയായിട്ടും പൈസ തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ലാസ്റ്റാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് സ്ഥലം പോകുന്നില്ല റോഡിന്. മറ്റുള്ളവരുടെ പറമ്പിൽ കൂടെ വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് റോഡ് വരാൻ. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ പൈസ മുടക്കേണ്ടി വന്നു. 3 വീട്ടുകാർക്കും കൂടെ കൂടുതൽ പൈസ ഞങ്ങളും മുടക്കണം. അപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. ഈ 2 വീട്ടുകാർക്കും കൂടെ കൊടുക്കണമെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണം. ഞങ്ങൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ 2 സുഹൃത്തുക്കളെ യാദൃച്ഛികമായി കണ്ടുമുട്ടാൻ ഇടയായി. അങ്ങനെ വിവരങ്ങളെല്ലാം ചോദിച്ചു. ഭർത്താവിൻ്റെ കൂട്ടത്തിൽ പഠിച്ച സഹോദരങ്ങളാണ്. 10-22 വർഷം മുമ്പ് TTCക്കും
+1 പഠിച്ച സഹോദരങ്ങളാണ്. അവരെല്ലാം ഇപ്പം വലിയ ഉദ്യോഗസ്ഥരായി. അങ്ങനെ യാദർച്ഛികമായി കണ്ടുമുട്ടി അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ റോഡിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അവർ പറഞ്ഞു, തോമസേ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവർ പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഇവർ റോഡ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ആ സമയത്ത് മാതാവിൻ്റെ ഇടപെടൽ മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ റോഡിന് കൊടുക്കാനുള്ള പൈസ 2.5 ലക്ഷം രൂപയ്ക്ക് മീതെ ആ സഹോദരങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു തന്നു. അവർ പറഞ്ഞു, നിങ്ങളിത് റോഡിന് കൊടുത്ത് റോഡ് സ്വന്തമാക്കിക്കോ എന്ന് പറഞ്ഞു. ദൈവത്തിന് 1000 നന്ദി അവർക്ക് വേണ്ടി പറയുന്നു. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ റോഡ് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ആ റോഡ് ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീടുള്ളത്, എൻ്റെ ഭർത്താവിൻ്റെ പാസ്പോർട്ട് ഒരിക്കൽ ഗൾഫിന് പോയതായിരുന്നു. പോയിട്ട് വന്നതിന് ശേഷം ആ പാസ്പോർട്ട് എവിടെയോ വെച്ചു, കണ്ടില്ല. 3 വർഷമായിട്ടും കാണുന്നില്ല. അപ്പം എന്തോ ഒരു ആവശ്യത്തിന് പാസ്പോർട്ടിൻ്റെ ആവശ്യം വന്നപ്പം പാസ്പോർട്ട് നോക്കി കാണുന്നില്ല. വീട് മുഴുവനും നോക്കി കാണുന്നില്ല. ഇനി നോക്കാൻ ഒരു സ്ഥലം ഞങ്ങൾക്ക് ബാക്കിയില്ല. എനിക്ക് ഷോപ്പുണ്ടായിരുന്നു, ഷോപ്പിലും നോക്കി പാസ്പോർട്ട് കാണുന്നില്ല. അപ്പം എന്നാൽ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെന്നു. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് റൂൾസ് ഉണ്ട്, അത് ഒരുപാട് മുത്തിപ്പിട്ടാണ്, നിങ്ങൾക്ക് ഇപ്പോഴൊന്നും അത് കിട്ടില്ല, നിങ്ങളൊന്നും കൂടെ വീട്ടിൽ പോയി നോക്ക് എന്ന് പറഞ്ഞു. ഇനി എന്ത് വീട്ടിൽ പോയി നോക്കാൻ, എല്ലായിടവും നോക്കി പരിശോധിച്ചു, പാസ്പോർട്ട് കണ്ടില്ല. ഞങ്ങളതും നിയോഗത്തിൽ വെച്ചിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതാണ്. അപ്പം ജോലിക്ക് പോകുന്ന ബാഗ് ഒരു ദിവസം ബാഗിൽ തോളയിലിടുന്ന എൻ്റെ വള്ളി അങ്ങ് പൊട്ടിപ്പോയി. അത് പോകാറായതായിരുന്നു, പോകുന്നോടം വരെയും കൊണ്ടുപോകാം എന്ന് കരുതി കൊണ്ടുപോയി. ഒരു ദിവസം അത് പൊട്ടിപ്പോയത് കൊണ്ട് പുതിയ ബാഗ് വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പം ആ ബാഗിലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പുതിയ ബാഗിലേക്ക് മാറ്റി. എന്നിട്ട് ആ ബാഗ് എല്ലാം നല്ലപോലെ നോക്കി, എന്നിട്ട് അത് കത്തിച്ച് കളയാമെന്നും പറഞ്ഞ് അത് മാറ്റിയിട്ടു. അപ്പോൾ ഭർത്താവിൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ ശക്തമായി തോന്നിക്കുന്നു, ആ ബാഗ് ഒന്നും കൂടെ എടുത്ത് നോക്ക്, ഒന്നും കൂടെ നോക്കെന്നും പറഞ്ഞ് ശക്തമായ തോന്നൽ 2-3 പ്രാവശ്യം തോന്നിച്ചു. ഭർത്താവ് ആ ബാഗ് എടുത്ത് നോക്കി, എല്ലായിടവും നോക്കി, അതിൻ്റെ ഉള്ളെല്ലാം പരിശോധിച്ചപ്പം ആ ഉള്ളിൻ്റെ അറയിലൊരു തടിപ്പ് കണ്ടു. ഭർത്താവ് നോക്കിയപ്പം ഒരു ചെറിയൊരു അറയായിരുന്നു, അത് യൂസ് ചെയ്യാത്തൊരറയാണ്. അപ്പം അതിങ്ങനെ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അത് ബാഗിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് മഴവെള്ളമെല്ലാം വീണ് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു, തുറക്കാൻ പറ്റില്ല. ഏതായാലും കളഞ്ഞ ബാഗല്ലേ എന്ന് കരുതി കത്രി എടുത്ത് മുറിച്ചു നോക്കി. അപ്പോഴുണ്ട്, സുരക്ഷിതമായി ആ പാസ്പോർട്ട് ആ ബാഗിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. പരിശുദ്ധ അമ്മ ഉള്ളിൽ തോന്നിച്ചതുകൊണ്ട് ആ ബാഗ് കത്തിച്ച് കളയാതെ ആ പാസ്പോർട്ട് ഞങ്ങൾക്ക് തിരികെ തന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് എവിടെ പോണേലും കാലിന് വേദനയാണ്. 10-15 വർഷമായിട്ടുള്ള വേരിക്കോസിൻ്റെ വേദനയാണ്. അപ്പം നടക്കാൻ മേല. ഒരു 5 മിനിറ്റ് നടക്കണേലും ഞാൻ ഓട്ടോയ്ക്കേ പോകുള്ളൂ. നടന്നാലത്തെ കുഴപ്പം, അരയ്ക്ക് താഴോട്ട് 2 കാലും കട്ടുകഴുപ്പ്. രാത്രിയിൽ കിടക്കുമ്പോൾ കാല് വലിച്ചുവിടുക, മസിൽ ഉരുണ്ട് കയറുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ ഞാനും ഭർത്താവും കൂടെ വന്ന് പങ്കുചേർന്നു. 6 മണിക്ക് റാലിയിൽ ചേർന്നു. 11 മണിക്ക് അർത്തുങ്കൽ പള്ളിയിലെത്തി. ഞങ്ങൾ വഴിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ല, കുപ്പിവെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രം കുടിച്ച് ഞങ്ങൾ നടന്നു. എനിക്ക് ഷുഗർ ഉള്ളതാണ്, ടാബ്ലറ്റൊന്നും കഴിച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല. അർത്തുങ്കൽ പള്ളിയിലെത്തി. വീണ്ടും ഞങ്ങൾക്ക് പിന്നെയും കുറേ കൂടെ നടക്കേണ്ടി വന്നു. ഞങ്ങൾ വന്ന വാഹനം പാർക്ക് ചെയ്ത സ്ഥലം അറിയത്തില്ല, അത് പോയി. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. എന്നിട്ടും എൻ്റെ കാലിനൊരു വേദനയോ തളർച്ചയോ ക്ഷീണമോ എനിക്ക് വീട്ടിൽ ചെന്നപ്പം ഉണ്ടായില്ല. രാവിലെ എണീറ്റപ്പം ഒരു ദേഹത്തൊരു വേദനയോ കൈക്ക് വേദനയോ കാല് വേദനയോ ഒന്നുമില്ല. അന്ന് മുതൽ ഇങ്ങോട്ട് എനിക്ക് എവിടെ വേണേലും നടക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ വണ്ടിയില്ലാതെ പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാലിന് വേദനയില്ല, കട്ടുകഴപ്പമില്ല. ആ ഒരു സൗഖ്യം മാതാവ് തന്നതിന് മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട്
2-3 മാസമായിട്ട് ഞാൻ തീരെ വീട്ടിൽ തന്നെ ഇരിപ്പിലായിരുന്നു. എൻ്റെ ഈ ഇടത് കൈക്ക് സ്വാധീനം കുറഞ്ഞ മാതിരി വേദനയും ഈ മുട്ടിൻ്റെ താഴോട്ട് നീർക്കെട്ടുമായിരുന്നു. അതുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. എൻ്റെ തന്നെ കാര്യം മറ്റുള്ളവർ ചെയ്തു തരണം. തലയിരി കെട്ടുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് മറ്റുള്ളവർ ചെയ്തു തരണമായിരുന്നു. അങ്ങനെ 2 മാസത്തോളം ഞാൻ വീട്ടിലിരുന്നു. എനിക്ക് പള്ളിയിൽ പോകാനോ കുമ്പസാരിക്കാനോ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാനോ സാധിച്ചില്ല. വീട്ടിലിരുന്ന് മാത്രം ചെയ്യേണ്ടത് ചെയ്തു. പിന്നെ ഫോൺ വിളിച്ച് ഓരോരുത്തരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ഉടമ്പടിയെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ വേദന കൂടിയപ്പോൾ കണ്ണൂർ മിൻസിൽ പോയി ഓർത്തോയെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു MRI ചെയ്യാതെ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അവിടെ ചെന്ന് MRI ചെയ്തപ്പം ഈ കൈയുടെ ഷോൾഡർ ജോയിൻ്റ് ടൈറ്റായിട്ട് മുറുകിയിരിക്കുക. കൈ അനക്കാനോ താത്താനോ നിവർത്താനോ പൊക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് നീർക്കെട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. മെഡിസിൻ പറ്റില്ല. മജ്ജയ്ക്കുള്ളിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ഇറക്കണം. അത് ബോധം കെടുത്തി വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ ആ വേദന കുറഞ്ഞ് ഫിസിയോതെറാപ്പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജോയിൻ്റ് ലൂസാക്കി എടുക്കണം എന്ന് പറഞ്ഞു. അതിന് 25,000 രൂപ മുടക്കുണ്ട്. അപ്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് മുടക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നു. മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നു. അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി. പക്ഷേ അച്ഛനെ കാണാൻ പറ്റിയില്ല. മാതാവിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. മാതാവേ, ഇഞ്ചക്ഷനാണ് എങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം എനിക്ക് തന്ന് ആ ഇഞ്ചക്ഷൻ വഴി എനിക്ക് കുറച്ച് തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി. എല്ലാ ദിവസവും ഞാൻ തൈലം പുരട്ടുമായിരുന്നു. കുരിശ് വരച്ച് തൈലം പുരട്ടി ഉപ്പ് തേച്ച് കുളിക്കുമായിരുന്നു. അങ്ങനെ 1 മാസമായി ഇഞ്ചക്ഷൻ എഴുതി തന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല. വേറൊരു ഹോസ്പിറ്റലിൽ കണ്ണൂർ തന്നെ പോയി. അവിടെ പൈസ കുറവാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല, അപകടമാണ്, ഷുഗർ ഉള്ളത് കൊണ്ട് കൈ പഴുക്കും, ഈ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ എന്നും പറഞ്ഞ് തിരിച്ചു വിട്ടു. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. പല രാത്രികളും ഉറങ്ങാതെ എണീറ്റ് കുത്തിയിരിക്കുക. കിടക്കത്തില്ല, ഇരിക്കത്തില്ല, നടക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. വേദന കാരണം നീര് കൂടി വരിക. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഇഞ്ചക്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതി തൈലം പറ്റിക്കൊണ്ട് ഞാനിരുന്നു. 1 മാസം കഴിഞ്ഞ് മിൻസിൽ തന്നെ ചെന്നപ്പം ആ ഡോക്ടർക്ക് അതിശയം. എൻ്റെ സഹോദരി, നിങ്ങൾ എങ്ങനെ ഇത്രയും നാളും ഈ കൈയും വെച്ചുകൊണ്ടിരുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ കൈയെക്കുറിച്ച് അറിയത്തില്ലേ? കണ്ടോ നീര് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എന്നെ അത്രയും നാൾ കൊണ്ട് നടത്തിയത് പരിശുദ്ധ അമ്മയാണെന്നുള്ളത് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ആ തൈലം വഴി മാതാവിനെ ഓരോ ദിവസവും കൊണ്ട് നടത്തുകയായിരുന്നു. അവിടെ ചെന്നു, ഇഞ്ചക്ഷനെ കുറിച്ചു, ഇഞ്ചക്ഷന് ഡേറ്റ് തന്നു. ഡേറ്റിന് പോയി. 8 മണിയായപ്പം ഹോസ്പിറ്റലിൽ ചെന്നു. 8 മണിയായപ്പം എന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെക്കപ്പ് എല്ലാം നടത്തി. കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് 2:30 ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി. പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ തൈലം പുരട്ടി തേൻ നാവിലുറ്റിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോയത്. അപ്പം തലേദിവസം 7 മണിക്ക് കഴിച്ച ഭക്ഷണമാണ് വെള്ളം. പിറ്റേ ദിവസം 9 മണി വരെ ഞാൻ തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. എനിക്ക് കുടിക്കാൻ പറ്റില്ല, കുടിക്കരുതെന്ന് പറഞ്ഞു. ചുണ്ടുണങ്ങുന്നതുകൊണ്ട് അവർ പഞ്ഞിയിൽ മുക്കി വെള്ളം ചുണ്ട് നനച്ചു. എന്നിട്ട് 2:30 കയറ്റി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് മാതാവിനെയും ഈശോയെയും കൂട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. അവിടെ കയറി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്നെ മയക്കി 8:30 അവർ ഇഞ്ചക്ഷൻ എടുത്തു. 8:30 ബോധം വീണെങ്കിലും എനിക്ക് ബോധം തെളിഞ്ഞപ്പോഴത്തേക്കും കൈ അനക്കാൻ പറ്റാത്ത വേദന, സഹിക്കാൻ പറ്റുന്നില്ല വേദന. ഞാൻ ആ വേദനയ്ക്കുള്ളിലൂടെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത്രയും നാളും ഞാൻ വേദന സഹിച്ചത് പോരെ, ഇനിയും എന്നെ വേദന തന്ന് തരുവാണോ എന്ന് ചോദിച്ചു. 10 മിനിറ്റ് എനിക്ക് ആ വേദന സഹിക്കേണ്ടി വന്നുള്ളൂ. പരിശുദ്ധ അമ്മ എൻ്റെ ആ വേദന കുറച്ച് രാത്രി 9-9:30 കാറാക്കി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് 2 ദിവസത്തേക്ക് എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല. അതുപോലെ എന്നെ കുളിപ്പിക്കണമെങ്കിൽ ആൾ വേണം, എന്ത് ചെയ്യണേലും ആൾ വേണം. ഞാൻ മാതാവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഇനിയെങ്കിലും
എനിക്ക് സ്വന്തം എൻ്റെ കാര്യം ചെയ്യാൻ എൻ്റെ അമ്മമാതാവ് എന്നെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ തൈലം പറ്റുമായിരുന്നു. 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് കൈ പൊക്കാൻ തുടങ്ങി, തന്നെ കുളിക്കാൻ തുടങ്ങി, ഡ്രസ്സ് ചേഞ്ചാക്കാൻ തുടങ്ങി, തലയീരാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് എൻ്റെ കൈയുടെ വേദന പൂർണ്ണമായും മാറി. കൈ നല്ലപോലെ പൊക്കാനും പുറകോട്ട് തിരിക്കാനും എല്ലാ ജോലികളും വീട്ടിലെ എടുക്കാനും എനിക്ക് സാധിക്കുന്നു. ആ തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും ശക്തി ഒന്നും മാത്രമാണ് എന്നെ അങ്ങനെ ഈ ബലത്താൽ നടത്തിയത്. കാരണം 1 മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞാണ് ഡോക്ടർ വിട്ടത്. 1 മാസം നിങ്ങൾ കൈയനക്കൊന്നും ചെയ്യരുത്, കൈക്ക് റെസ്റ്റ് കൊടുക്കണം, എല്ലിനൊന്നും ബലമില്ല എന്നും പറഞ്ഞ് വിട്ടെടുത്ത് ഒരാഴ്ച കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. അതിന് 1000 നന്ദി അമ്മയ്ക്ക് പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത്, ജോലി ചെയ്യുന്നത് സുഹൃത്തിന് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എക്സാം എഴുതിയിട്ട് കുറേ നാളായി. അതിൻ്റെ മറുപടി ഒന്നും കിട്ടുന്നില്ല. പുള്ളി ആകെ വിഷമത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ കൃപാസനത്തിലേക്ക് പോരുവാന്ന് പറഞ്ഞപ്പം ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണേ എന്ന് പറഞ്ഞു. ഭർത്താവ് ഇവിടെ വന്ന് 1-ാമത്തെ നിയോഗമായിട്ട് വെച്ചത് ആ സഹോദരൻ്റെ ഒരു ജോലി പ്രമോഷന് വേണ്ടിയായിരുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. തുച്ഛമായ വരുമാനം ഇപ്പം കിട്ടുന്നുള്ളൂ, ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. ആ നിയോഗം വെച്ചു. ഞങ്ങൾ ശനിയാഴ്ച വന്ന് നിയോഗം വെച്ചു. ഞായറാഴ്ച വീട്ടിൽ ചെന്നു. രാത്രി പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ഫോൺ കോൾ വന്നു. എടുത്ത് നോക്കുമ്പോൾ സുഹൃത്താണ്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പ്രമോഷൻ കിട്ടിയിരിക്കുന്നു, കണ്ണൂരേക്ക് കൂടുതൽ ശമ്പളമുണ്ട്, 40,000 രൂപയ്ക്ക് അടുത്തോളം ശമ്പളമുണ്ട്. പിടുത്തമെല്ലാം കഴിഞ്ഞൊരു 30 രൂപയെങ്കിലും പുള്ളിക്ക് കിട്ടും. പക്ഷേ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. പിറ്റേ ദിവസം അവരുടെ വിവാഹ വാർഷികമാണ്. ആ രണ്ടും കൂടെ അവരാഘോഷിച്ചു. ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്കും ആ ഒരു നിയോഗം ആ ക്രൈസ്തവ സഹോദരനാണ്, അവർക്ക് സാധിച്ചു കൊടുത്തതിൽ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ കൃപാസന പത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്, രോഗികളെ സന്ദർശിക്കാറുണ്ട്. പറ്റുന്ന വിധം ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധം അവർക്ക് ഭക്ഷണത്തിനുള്ള തുക കൊടുക്കാറുണ്ട്. അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കാറുണ്ട്, അവിടെയും ചെറിയ തോതിലുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഈ കൃപാസന പത്രം ഞാൻ ആദ്യം കൊടുത്തിരുന്നത് എൻ്റെ ഇടവകയിലാണ്. പിന്നെ എനിക്ക് തോന്നി ഇടവകയിൽ കൊടുക്കണ്ട, കുർബാന കഴിഞ്ഞ് ഓരോരുത്തരും ഇറങ്ങുമ്പോൾ ഓരോ കൃപാസന പത്രം കൊടുക്കും, അത് നോട്ടീസ് കൊടുക്കുന്ന പോലെയാണെന്നുള്ള ഒരു ചിന്ത എനിക്ക് തോന്നി. അങ്ങനെ കൊടുത്താൽ മാതാവിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ സമയമില്ല. അവർ വാങ്ങിക്കുന്നു, അവർ വേഗം പോകുന്നു. അങ്ങനെ ആയപ്പം ഞാൻ പള്ളിയിൽ കൊടുക്കുന്നത് നിർത്തി. പിന്നെ ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ടൗൺ വഴി കൊടുക്കും. ആരെ കണ്ടാലും ഞാൻ കൃപാസന പത്രം കൊടുക്കും. ആർക്ക് കൊടുക്കുന്നതിലും എവിടെ കൊടുക്കുന്നതിലും എനിക്ക് യാതൊരു മടിയോ ഒരു നാണംകേടോ എനിക്കില്ല. ഇനി കൃപാസന പത്രം കൊടുക്കുമ്പോൾ അമ്മ സാക്ഷ്യപ്പെടുത്തിയ എല്ലാ സാക്ഷ്യങ്ങളുമാണ് അതിലുള്ളത്. നമ്മൾ കൊടുക്കുന്നത് അമ്മേനെയാണ്. അപ്പം ആ പത്രം കൊടുക്കുന്നത് വഴിയായാണ് മറ്റുള്ളവർ അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്നത്. വിശുദ്ധിയോടെ ആ പത്രം കാണണമെന്ന് പറയുന്നു. വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്താൽ വിശുദ്ധരാകും. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ വിശുദ്ധി പ്രാപിച്ചതിന് ശേഷമാണ് ആ അമ്മ സാക്ഷ്യപ്പെടുത്തിയ പത്രം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതൊരു മദ്യപാനി ആയിരിക്കാം, രോഗിയായിരിക്കാം, കടബാധ്യത മൂലം തകർന്നു നിൽക്കുന്നവരായിരിക്കാം, ആത്മഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കാം, കൊടും പാവിയായിരിക്കാം. എങ്ങനെയും ആയിക്കോട്ടെ, അവരുടെ കയ്യിലേക്ക് ഈ പത്രം എത്തുന്നത് വഴി അവരും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്ന് ഉടമ്പടി എടുക്കുന്നു, അവരും വിശുദ്ധരാകുന്നു. പാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ നീക്കിക്കളയുകയും ചെയ്യുന്നുവെന്ന് 1 പത്രോസ്ലീഹ 5-ാം തിരുവചനം 20-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് 5-ാം ലേഖനം 21-ാം വാക്യമാണ് അത്. അതുപോലെ തന്നെ നമ്മൾ പത്രം കൊടുക്കുമ്പോൾ കുറേ സഹോദരങ്ങൾ എന്നോട് പറയാറുണ്ട്, ഇതൊക്കെ എന്തിനാ, ഇതൊന്നും വായിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, ഇത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് പറയും. ഞാൻ പറയും, സഹോദരാ, ഈ ഒരു പത്രം വായിക്കാനേ നിങ്ങൾക്ക് സമയമില്ലാതെ ഉള്ളോ? ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലേ?
ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ പത്രം കൊടുക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ദൈവവചനമാണത്. ആ വചനം ഓർത്തുകൊണ്ട് വേണം നമ്മൾ പത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. അങ്ങനെ പറയുമ്പം അവർ മടി ഇല്ലെങ്കിലും അവർ മടി ഉണ്ടെങ്കിലും അവർ വാങ്ങിക്കും, പത്രം വാങ്ങിക്കും. അതുപോലെ ഒരു സഹോദരന് ഞാൻ കൊടുത്തപ്പം പറഞ്ഞു, എല്ലാവരും ഒരേ പത്രം തന്നെ കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ, അതിൻ്റെ ഉദ്ദേശം എന്താ? മതം മാറ്റലാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര, മതം മാറ്റലല്ല. ഇതിൻ്റെ എവിടെയെങ്കിലും ആരെയെങ്കിലും മതം മാറ്റിയതായിട്ടോ ദൈവവിശ്വാസത്തിൽ നിന്ന് മാറ്റുന്നതായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിത് വാങ്ങിച്ചിട്ടില്ല, എല്ലാവരും കൊണ്ടുവരും, ഞാൻ വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിൽ സഹോദര, ഇത് മതം മാറ്റമല്ല. ഏക സത്യ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ അറിയിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. പരിശുദ്ധ അമ്മ എല്ലാ മക്കൾക്കും, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ളവർക്ക് കൊടുക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ വിവരിക്കുന്ന പത്രമാണ്. സാധാരണ പത്രമല്ല, ഇതൊരു ശക്തിയുള്ള പത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ആ സഹോദരൻ എന്നെ ഒരു കുരിശെടുത്ത് കാണിച്ചു. മുസ്ലിം സഹോദരനാണ്, തൂങ്ങപ്പെട്ട രൂപമുള്ള നല്ലൊരു കുരിശ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി, ഇതെനിക്ക് നടു റോഡിൽ കിടന്ന് കിട്ടിയതാണ്, എല്ലാവരും ഇട്ട് ചവിട്ടുന്നത് കണ്ടുകൊണ്ട് ഞാനെടുത്തത് എൻ്റെ ഓട്ടോറിക്ഷയിൽ വെച്ചു എന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ആ കുരിശെടുത്ത് ഓട്ടോയിൽ വെച്ചതെന്ന്. ഞാൻ പറഞ്ഞു, സഹോദര, അത് മതി, എനിക്കത് കേട്ടാൽ മതി. ആ ശക്തിയാണ് നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. നിങ്ങളൊരു ഓട്ടോ ഡ്രൈവർ അല്ലേ, നിങ്ങളെ ആ ശക്തിയാണ് നയിക്കുന്നത്. മാതാവ് നിങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ചേച്ചി, ഞാനിങ്ങനെ പറഞ്ഞതിൽ വിഷമിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, എനിക്കൊരു വിഷമവും ഇല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഇനി ഈ പത്രം തരുന്ന വഴി അടിച്ചാലും എനിക്ക് സങ്കടമില്ല, എനിക്ക് ഒരു വിഷമവും ഇല്ല. വചനം പറയുന്നു, ദൈവനാമത്തെ പ്രതി നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പത്രം വിതരണം ചെയ്ത് നമ്മൾ പുണ്യമുള്ളവരായി തീരുന്നത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള സമ്മാനം നമുക്ക് നേടിവെക്കാം, സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നമുക്ക് മുമ്പേറാം. ഉടമ്പടി നിബന്ധനകളെല്ലാം വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടു കൂടി ചെയ്യാൻ മാതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ നമ്മുടെ ദൈവത്തോട് ചേർത്ത് നിർത്തി പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ നമുക്ക് മാതാവിന് കൊടുക്കാം. പിശാചിന് വിട്ടുകൊടുക്കാൻ തലമുറയെ അനുവദിക്കരുത്. ശത്രുവാകുന്ന പിശാച് സിംഹത്തെ അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും ഇടയാക്കാതെ നമ്മുടെ മക്കളെ അമ്മയ്ക്ക് കൊടുക്കുക. ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിച്ച് എനിക്ക് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.